എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 99ഉം 100ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇവിടെ മഗധ സൈന്യവും യാദവന്മാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് വർണ്ണിക്കുന്നത്. യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം വർണ്ണിക്കാനുള്ള വിഷയമുണ്ടല്ലോ. അതുകൊണ്ട് കുറേ ഭാഗങ്ങളിൽ ആവർത്തനമൊക്കെ വരുന്നുണ്ടെങ്കിലും യുദ്ധവർണ്ണന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. നമുക്ക് ആദ്യം 99ാമത്തെ ശ്ലോകം നോക്കാം. ഹൃദാശ്വചക്ര ഹൃദഹസ്തിയൂഥ ഹൃദോഷ്ട്രസംഘ ഹൃദകേതുമാല ഹൃദാദപത്രപ്രകരാച ഭഗ്ന ദുദ്രാവദൂരാൻ മഗധേശസേന. വളരെ എളുപ്പം മനസ്സിലാക്കാവുന്നൊരു ശ്ലോകമാണ്. കുറച്ച് മാത്രമേ ഉള്ളൂ പദച്ഛേദം. പദപരിചയം നടത്താം. ഹൃദാശ്വചക്ര ഹൃദഹസ്തിയൂഥ ഹൃദോഷ്ട്രസംഘ ഹൃദകേതുമാല ഹൃദാതപത്രപ്രകര ച ഭഗ്ന ദുദ്രാവ ദൂരാത് മഗധേശസേന. അവസാനത്തെ വാക്ക് മാത്രമേ 2ആയിട്ട് നമുക്ക് പിരിക്കാനുള്ളൂ. ദൂരാത് മഗധേശസേന, ദൂരാൻ മഗധേശസേന എന്നാണ് പറയണത്. അത് ദൂരാത് എന്നാണ്, ദൂരത്തേക്ക്. ദുദ്രാവ ഓടിപ്പോയി. ആരാണ് ഓടിപ്പോയത്? മഗധേശ സേന, മഗധേശൻ്റെ സേന. മഗധേശൻ ജരാസന്ധൻ, ജരാസന്ധൻ്റെ സൈന്യം വളരെ ദൂരത്തേക്ക് ഓടിപ്പോയി എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഓടിപ്പോയത്? സൈന്യത്തിന് എന്താണ് നേരിടാൻ പറ്റാഞ്ഞത്, യാദവന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാഞ്ഞത് എന്നുള്ളത് ഒരേപോലെയുള്ള ചില വാക്കുകൾ കൊണ്ടാണ് പറയണത്. ഹൃദാശ്വചക്ര ഹൃദഹസ്തിയൂഥ ഹൃദോഷ്ട്രസംഘ ഹൃദകേതുമാല ഹൃദാതപത്രപ്രകര എന്ന്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് അർത്ഥം നോക്കാം. ഹൃദ അശ്വചക്ര. അശ്വചക്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്രം എന്നുള്ളതിന് സമൂഹം എന്നാണ് അർത്ഥം. ഭാസനാടക ചക്രം എന്ന് പറയാറുണ്ട്. അവിടെ ചക്രപദത്തിന് സമൂഹം എന്നാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് ഇവിടെ ചക്രം. അശ്വാനാം ചക്രം, അശ്വങ്ങളുടെ സമൂഹം എന്നർത്ഥം. അപ്പോൾ അശ്വചക്രങ്ങളൊക്കെ എന്തായി തീർന്നു? ഹൃതാഹ, ഹൃതമായി തീർന്നു എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ ശക്തി കൊണ്ട്, യാദവ സൈന്യത്തിൻ്റെ ആക്രമണങ്ങളെ കൊണ്ട് അതൊക്കെ അപഹരിക്കപ്പെട്ടു എന്നോ അവരെയൊക്കെ വധിച്ചു കളഞ്ഞു എന്നോ അല്ലെങ്കിൽ അവരൊക്കെ വിട്ടുപോയി, ഈ കൂട്ടം വിട്ട് എവിടേക്കൊക്കെയോ ഓടിപ്പോയി എന്നുള്ള അർത്ഥമൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ കുതിരകളുടെ ബലം, ഒരു സൈന്യത്തിനുണ്ടാവുന്ന ബലം എന്ന് പറയുന്നത് ആന, കുതിര, തേര്, കാലാൾ എന്നീ 4 തരത്തിലുള്ള ചതുരംഗ പടയാണല്ലോ. അതിൽ കുതിരകളുടെ ശക്തി, കുതിരപ്പടയാളികളുടെ ശക്തി ചോർന്നുപോയി. അതാണ് ഹൃദ അശ്വചക്ര. അശ്വചക്രങ്ങളെയൊക്കെ ഈ യാദവ സൈന്യം, മഗധ സൈന്യത്തിൻ്റെ അശ്വചക്രങ്ങളെ യാദവ സൈന്യം ഓടിച്ചു വിട്ടു അല്ലെങ്കിൽ കൂട്ടം തെറ്റിച്ചു എന്നർത്ഥം. ഇനി അവസാനം വരുന്നുണ്ട് ഭഗ്ന എന്ന്. എല്ലാം കൂട്ടം തെറ്റിപ്പോയി, എല്ലാം നശിച്ചു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വേണമെങ്കിൽ ഈ കൂട്ടങ്ങളെല്ലാം ഇല്ലാതെയായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ രഥത്തിലും അതുപോലെ ആനയുടെ പുറത്തും കുതിരയുടെ പുറത്തും കാലാളായിട്ടും ഒക്കെ യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്ന ആൾക്കാർ മുഴുവനും ഭഗ്നരായി തീർന്നു. അവരെയൊക്കെ, അവരുടെ ശക്തിയൊക്കെ ഈ യാദവ സൈന്യം ഇല്ലാതെയാക്കി എന്നർത്ഥം. അടുത്തത് ഹൃദ ഹസ്തിയൂഥ. ഹസ്തികളുടെ യൂഥം. യൂഥം എന്ന് പറഞ്ഞാലും കൂട്ടം എന്നർത്ഥം. ഹസ്തിയൂഥ എന്ന് പറഞ്ഞാൽ ആനകളുടെ കൂട്ടം. യുദ്ധത്തിനായിട്ട് കുറേ ആനകളെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ബലവും ഈ യാദവ സൈന്യം ഇല്ലാതെയാക്കി. മഗധ സൈന്യത്തിൻ്റെ ആനയുടെ ബലം ഈ യാദവ സൈന്യത്തിൻ്റെ ആക്രമണം കാരണം ഇല്ലാതെയായി. അവരെയും ഹൃതമാക്കി, അവരെ അപഹരിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തു എന്ന് അർത്ഥം. ഇനി അടുത്തത് ഹൃദോഷ്ട്രസംഘാഹ. ഹൃതമായ ഉഷ്ട്രസംഘത്തോടു കൂടിയവർ. ഉഷ്ട്രം എന്നുള്ളതിന് ചിലതരം കുതിര എന്നർത്ഥമുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒട്ടകം എന്നാണ് പറയുക. ഒട്ടകത്തിനെയൊക്കെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഒട്ടകം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. ചെറിയ തരത്തിലുള്ള കുതിരകളെയൊക്കെ പറയാറുണ്ട് ഉഷ്ട്രമെന്ന്. പലതരത്തിലുള്ള കുതിരകളുണ്ടാവുമല്ലോ, നല്ല വലിപ്പമുള്ളത്, ചെറുത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ പറയണ പേരാണ് എന്നും ചില ദിക്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ച് കാണാനുണ്ട്. ഈ ഒരു ശ്ലോകത്തിലല്ല, ഉഷ്ട്രപദത്തിന് അങ്ങനെ ചെറിയ കുതിര എന്നർത്ഥമുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് ഹൃദ ഉഷ്ട്രസംഘാഹ. ഉഷ്ട്രസംഘവും അപഹരിക്കപ്പെട്ടു, അവരെയും എടുത്തുകൊണ്ടുപോയി. അവരൊന്നും സൈന്യത്തിൻ്റെ കൂടെ ആക്രമണത്തിനായിട്ട് പിന്നെ കാണാൻ പറ്റിയില്ല. യാദവന്മാരുടെ സൈന്യം വന്നിട്ട് ഉഷ്ട്രങ്ങളെ മുഴുവനും ആട്ടിത്തെളിച്ച് കൊണ്ടുപോയി, അല്ലെങ്കിൽ അവരുടെ ശക്തി ഇല്ലാതെയാക്കി. മറ്റൊന്ന് ഹൃദ കേതുമാല. കേതുമാല എന്ന് പറഞ്ഞാൽ കൊടിയാണ്. കൊടിപ്പടങ്ങൾ
ഈ രഥങ്ങളിലൊക്കെ ഉയർത്തിക്കെട്ടിയിരിക്കുന്നതായ മഗധേശൻ്റെ അഥവാ ജരാസന്ധൻ്റെ കൊടികൾ, ആ കൊടികൾ മുഴുവനും ഇവരെ ആക്രമിച്ച് ഒടിച്ചു കളഞ്ഞു. അത് ഇതുപോലെയുള്ള വാളിൻ്റെ പ്രഹരം കൊണ്ടോ അല്ലെങ്കിൽ അസ്ത്രങ്ങളുടെ പ്രയോഗം കൊണ്ടൊക്കെ ഈ കൊടി മുഴുവനും ഒടിച്ചു കളഞ്ഞു. കൊടിയൊന്നും ഇല്ലാതെയായി, രഥങ്ങളിലെ കൊടിയും ഇല്ലാതെയായി. അതാണ് ഹൃത കേതുമാലാഹ. മാത്രമല്ല ഹൃത ആതപത്രപ്രകരാഹ. ആതപത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വെൺകൊറ്റക്കുട. രാജാക്കന്മാരെ യുദ്ധത്തിനിറങ്ങുമ്പോഴും അവർക്ക് ചുറ്റും വെൺകൊറ്റക്കുടയും ആലവട്ടവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ രാജചിഹ്നങ്ങളാണ്. വെയിൽ കൊള്ളാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ വെൺകൊറ്റക്കുട. കുട തന്നെയാണ്, പക്ഷേ രാജാക്കന്മാരുടെ ആകുമ്പോൾ കുറച്ച് ഭംഗിയും അലങ്കാരവും ഒക്കെ കൂടുതലുള്ളതായ കേമായിട്ടുള്ള ഒരു കുടയായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് വെൺകൊറ്റക്കുട എന്ന് പറയുന്നത്. ഈ ഛത്രവും ചാമരവും എന്നുള്ളത് രണ്ടും രാജചിഹ്നങ്ങളാണ്. MP ശങ്കുണ്ണി നായരുടെ ഒരു ഗ്രന്ഥമുണ്ട്, ഛത്രവും ചാമരവും എന്ന് പറഞ്ഞിട്ട്. കാളിദാസൻ്റെ കൃതികളെ പറ്റിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, പഠനം ആ കൃതികളെ പറ്റിയിട്ടുള്ളൊരു പഠന ഗ്രന്ഥമാണത്. അപ്പോൾ രാജചിഹ്നമായിട്ടാണ് വെൺകൊറ്റക്കുടയെയും അതുപോലെ തന്നെ ചാമരങ്ങളെയും കാണുന്നത്. ഇവിടെ അതൊക്കെ ഇല്ലാതെയായി. ഹൃത ആതപത്രങ്ങൾ, രാജാവിൻ്റെ ശിരസ്സിൽ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ചൂടി വച്ചിരിക്കുന്നതായ കുടകൾ, അതും യാദവ സൈന്യം തകർത്ത് കളഞ്ഞു. അതാണ് ഹൃത ആതപത്രപ്രകരാഹ. അങ്ങനെ പലതരത്തിലുള്ള നഷ്ടങ്ങളെ കൊണ്ട് ഭഗ്നമായി തീർന്ന, കഴിവുകെട്ടവരായ, ഇനി ആയുധം കൊണ്ടൊന്നും ആക്രമിക്കാൻ കഴിവില്ലാത്തവരായി തീർന്ന മഗധ സൈന്യം എന്തു ചെയ്തു? മഗധേശസേന ദൂരാത് ദുദ്രാവ, വളരെ ദൂരത്തേക്ക് ഓടിപ്പോയി. യാദവന്മാരുടെ ആക്രമണം സഹിക്കാൻ വയ്യാതെ കൊണ്ട് ഇവർ മഗധരാജ്യത്തിൻ്റെ സൈന്യങ്ങളും രാജാക്കന്മാരൊക്കെ പ്രാണനോട് കൂടിയിട്ടുള്ളവരെ, കുറേ പേരൊക്കെ മരിച്ചുപോയി, ബാക്കിയുള്ളവർ ഓടിപ്പോയി, ഓടിപ്പോയി എന്നർത്ഥം. നമുക്ക് അടുത്തൊരു ശ്ലോകം കൂടി നോക്കാം. 100ാമത്തെ ശ്ലോകം നോക്കൂ. ഇതിൽ കുറേ അധികം ശ്ലോകങ്ങളുണ്ട് ഈ സർഗത്തിൽ. യുദ്ധവർണ്ണന മാത്രമല്ല, ബാക്കി വേറെയും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 140ഓളം ശ്ലോകങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇവിടെ നമുക്ക് 100ാമത്തെ ശ്ലോകം നോക്കാം. സ്ഥിതസ്യ പശ്ചാന്മഗധേശ്വരസ്യ സന്ധുക്ഷിതാഹങ്കൃതിഭിർവചോഭി പ്രാരേഭിരേതേ വിനിവൃത്യ കാമം കർത്തും യദൂനാം കഥനം നരേന്ദ്രാഹ. നമുക്ക് പദച്ഛേദം നടത്താം. സ്ഥിതസ്യ പശ്ചാത് മഗധേശ്വരസ്യ സന്ധുക്ഷിതാഹങ്കൃതിഭിः വചോഭിः പ്രാരേഭിരേ തേ വിനിവൃത്യ കാമം കർത്തും യദൂനാം കഥനം നരേന്ദ്രാഹ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് മഗധേശൻ്റെ സൈന്യം ഓടിപ്പോയി എന്നാണല്ലോ. അങ്ങനെ അവർ ഓടിപ്പോയി ചെന്നെത്തുന്നത് ജരാസന്ധൻ്റെ അടുത്തേക്ക് തന്നെയാണ്. ജരാസന്ധൻ അവരെ ആരെയും വെറുതെ വിടുന്നില്ല, തിരിച്ച് അവരെയൊക്കെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു. അതാണ് ഇവിടെ പറയണത്. പശ്ചാതസ്ഥിതസ്യ, പിന്തിരിഞ്ഞോടി എത്തുന്നത് ആരുടെ അടുത്തേക്കായിരുന്നു? ജരാസന്ധൻ്റെ അടുത്തേക്കായിരുന്നു. അതാണ് പശ്ചാത്. ഇവരെ ഓടി വരുമ്പോൾ അവരുടെ ഏറ്റവും പിന്നിലായി നിന്നിരുന്ന പശ്ചാതസ്ഥിതസ്യ മഗധേശ്വരസ്യ, മഗധരാജാവായിട്ടുള്ള ജരാസന്ധൻ്റെ സന്ധുക്ഷിതാഹങ്കൃതിഭി വചോഭി, വാക്കുകളെ കൊണ്ട്. ഈ ജരാസന്ധൻ ഇവരെയൊക്കെ പറഞ്ഞ് മയക്കി വീണ്ടും യുദ്ധത്തിനായിട്ട് വിടുകയാണ്. അതാണ് വചോഭിഹി. പലതരത്തിലുള്ള വാക്കുകൾ. എന്തൊക്കെ വാക്കുകളാണ്? സന്ധുക്ഷിത അഹങ്കൃതിഭിർവചോഭിഹി. അഹങ്കാരം, അഹങ്കൃതി എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അഹങ്കാരത്തെ സന്ധുക്ഷണം ചെയ്യുക എന്ന് വെച്ചാൽ സമേധനം ചെയ്യുക, വർദ്ധിപ്പിക്കുക. അതായത് വിറകൊക്കെ കൂട്ടി തീ ആളി കത്തിക്കുന്നത് പോലെ നല്ല നല്ല കടുപ്പമുള്ള വാക്കുകളെ കൊണ്ട്, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് ജരാസന്ധൻ ഈ പേടിച്ചോടിയ സൈന്യത്തെ തിരിച്ച് യാദവന്മാരുടെ നേർക്ക് തന്നെ ഓടിപ്പിക്കുന്ന വിധത്തിൽ ആക്കി തീർത്തു, അല്ലെങ്കിൽ യാദവന്മാരുടെ നേർക്ക് ആക്രമിപ്പിക്കുന്ന രീതിയിലാക്കി തീർത്തു. അതാണ് സന്ധുക്ഷിതാഹങ്കൃതിഭി വചോഭി. അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളെ കൊണ്ട്. അതായത് നമ്മളിങ്ങനെ തോറ്റോടുകയെ, നമ്മൾ ആരാണ്, മഗധ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യമാണ്, എന്തൊക്കെ കേമത്തങ്ങളാണ് ഈ രാജ്യത്തിനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്തിരിഞ്ഞോടി വരുന്ന സൈന്യത്തിനെ തിരിച്ച് യാദവന്മാരുടെ നേർക്കാക്കി വിടലാണ് ജരാസന്ധൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് തേ നരേന്ദ്രാഹ. അപ്പോൾ ആ വാക്കുകളെ കൊണ്ട് ജരാസന്ധൻ ഈ പറഞ്ഞ സാമന്ത രാജാക്കന്മാരെ, ഭടന്മാരെയൊക്കെ തന്നെ കാമം വിനിവൃത്യ, വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് ഓടിച്ചിട്ട് യാദവന്മാരുടെ സമീപത്തേക്ക് തന്നെ പറഞ്ഞയച്ചിട്ട് യദൂനാം കഥനം കർത്തും പ്രാരേഭിരേ,
യാദവന്മാർക്ക് ദുഃഖമുണ്ടാക്കാൻ ഉള്ള എല്ലാ വഴികളും കണ്ടെത്തിപ്പിടിച്ചു. അതാണ് യദൂനാം കഥനം കർത്തും. യാദവന്മാർക്ക് ദുഃഖമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പ്രാരേഭിരെ അവർ ആരംഭിച്ചു. അതായത് വീണ്ടും യുദ്ധം ചെയ്തു എന്നർത്ഥം. ഇവർ പേടിച്ചോടി വരികയായിരുന്നു. അപ്പോഴാണ് മഗധ രാജാവായിട്ടുള്ള ജരാസന്ധൻ ഈ സാമന്ത രാജാക്കന്മാരെയും ഭടന്മാരെയൊക്കെ മനസ്സ് മാറ്റിയിട്ട്, അവരുടെയൊക്കെ മനസ്സ് മാറ്റിയിട്ട് നമ്മൾ യുദ്ധം ചെയ്ത് ശ്രീകൃഷ്ണനെ തോൽപ്പിക്കണം, ആ രാജ്യം കൂടി, അതായത് ഇവർ താമസിക്കുന്നതായ മധുരാപുരി കൂടി പിടിച്ചടക്കണം, അത് നമ്മുടെ മരുമകനായിട്ടുള്ള കംസൻ്റേതായിരുന്നു, ഇനി നമുക്ക് സ്വന്തമാക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരെ പിരികേറ്റിയിട്ട് ഈ സൈന്യങ്ങളെ മുഴുവനും യാദവന്മാരുടെ നേർക്ക് വീണ്ടും പറഞ്ഞയച്ചു. അങ്ങനെ യാദവന്മാരുടെ അടുത്ത് വന്നിട്ട് മഗധ സൈന്യം വീണ്ടും യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു, യാദവന്മാർക്ക് ദുഃഖമുണ്ടാക്കാൻ ആരംഭിച്ചു എന്നാണ് കവി ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഹൃദാശ്വചക്രാ ഹൃദഹസ്തിയൂഥ ഹൃദോഷ്ട്രസംഘാ ഹൃദകേതുമാല ഹൃദാതപത്രപ്രകരാ ച ഭഗ്ന ദുദ്രാവദൂരാൻ മഗധേശസേന സ്ഥിതസ്യ പശ്ചാൻ മഗധേശ്വരസ്യ സന്ധുക്ഷിതാഹങ്കൃതിഭിർവചോഭി പ്രാരേഭിരേതേ വിനിവൃത്യ കാമം കർത്തും യദൂനാം കഥനം നരേന്ദ്ര. യുദ്ധത്തിൻ്റെ തീവ്രത ഒന്ന് കുറഞ്ഞോ എന്ന് നമ്മൾ വിചാരിച്ചു. ഇല്ല, വീണ്ടും യുദ്ധം വർദ്ധിക്കുക തന്നെയാണ് ചെയ്തത്. ഇനിയും കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ടുകൂടി യുദ്ധവർണ്ണന നടത്തുന്നുണ്ട് സുകുമാരകവി. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.